ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ആവനീസ് വ്ലോഗ്. ഇറ്റ്സ് മിസ് സുകന്യ ഹിയർ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മഴയായിരുന്നു. ഇപ്പോൾ ഇത്രയും നേരം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോടയുണ്ടായിരുന്നു. ഇപ്പോൾ കോടയൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി നമ്മളൊരു സംഭവം കാണിച്ചിട്ട് ഗെയ്സ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ സംഭവം. വേറെ ഒന്നുമില്ല, നമ്മൾ വണ്ടി നിർത്തുന്ന ഷെഡാണ്. ഇവിടെ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് മഴ പിന്നെ സഹിക്കുക. കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു 3 ദിവസമായിട്ട്. അപ്പോൾ നമ്മുടെ ഷെഡിൻ്റെ തൂണൊന്ന് പൊട്ടി ഗെയ്സ്. അപ്പോൾ ഇത് നമ്മൾ ആ ഷെഡിൻ്റെ പൊക്കത്തിട്ടിട്ടുണ്ടായിരുന്ന ടാർപോളിനാണ്. അപ്പോൾ ഞാനിത് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് ആ ഷെഡ് പൊട്ടി വീണ ടൈമിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെട്ടെന്ന് വലിച്ചോലൊന്നും കിട്ടാത്ത രീതിയിൽ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് റോട്ടിൽ ഇതൊന്ന് വിരിച്ചിട്ടാണ് ഒന്ന് മടക്കി ലെവലാക്കി വെക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്കൊന്ന് മടക്കി വെക്കാം. ഇനി നമുക്കിത് ആ ഷെഡിലിടാൻ പറ്റും തോന്നുന്നില്ല. കാരണം ഇതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കീറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വിറകടുക്കാനുള്ള അവിടെ വിറകടിക്കുന്ന അവിടെ വിരിക്കാനുള്ള ടാർപ്പായില്ല. അവിടെ ഉള്ളത് കുറച്ച് കീറിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അതിൻ്റെ പൊക്കത്ത് കൂടി വിരിക്കുകയാണെങ്കിൽ നമ്മുടെ വിറക് കുറച്ചുകൂടി സെറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മളിവിടെയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും തുടങ്ങി ആ കറക്റ്റ് ടൈമിൽ ഒരാൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ആൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചാക്കിൽ. കാരണം അവരിങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഓൾറെഡി എല്ലാം നേരത്തെ തന്നെ എടുത്ത് വെക്കാറുണ്ട്. എപ്പോഴാണ് വരികയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതാണ് ഗെയ്സ് നമ്മൾ ആൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ. എന്തായാലും കൈയോട് കൊടുത്ത് ഒഴിവാക്കിയേക്കാം നമുക്കതൊക്കെ. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് ഗെയ്സ് നമുക്ക് ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആരാന്ന് പറഞ്ഞു തന്നില്ലല്ലോ. ഞാൻ പെറുക്കി വെച്ച സാധനങ്ങൾ കണ്ടപ്പോഴേ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും മനസ്സിലായി കാണും അത് ആരാന്ന്. നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ എടുക്കാൻ വരുന്നൊരു ചേട്ടനാണേ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. അപ്പോൾ എന്തായാലും കറക്റ്റ് ടൈമിലാണ് ആൾ എത്തിയിട്ടുള്ളത്. എല്ലാ മാസവും നമുക്ക് ഇവിടെ ഇങ്ങനെ ആൾ വരാറുണ്ട് കേട്ടോ. ഒരാളിലേക്ക് വേറെ ആളായിട്ട് ഇങ്ങനെ മാറി മാറി വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ എന്തായാലും നമുക്ക് വലിയ ഉപകാരമൊന്നും ഇല്ലാത്ത സാധനങ്ങളാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിത് വെച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ക്ലീനായി കിട്ടുകയും ചെയ്യും, ആൾക്കൊരു സന്തോഷമാവും. അപ്പോൾ നമുക്കിനി കുറച്ച് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പറമ്പിൽ യൂസ് ചെയ്യേണ്ടതും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് സേഫായിട്ട് വയ്ക്കാം. നമുക്ക് എന്തായാലും ഇതൊക്കെ നേരത്തെ ആ ഷെഡിൽ സൈഡിൽ വെച്ചുകൊണ്ടിരുന്നതാണ്. നമുക്ക് എന്തായാലും അത് പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഈ ഡോഗ് ഷെഡിലേക്ക് മാറ്റാം. കാരണം നമുക്കിവിടെ 2 ഡോഗ് ഷെഡ് ഉണ്ട്. ഇപ്പോൾ ഇത് എന്തായാലും ഫ്രീ ആയിട്ട് കിടക്കുന്നത്. ഇതിലൊരു റോഡ് വീലർ ഉണ്ടായിരുന്നേ. അപ്പോൾ അവനെ നമ്മൾ വേറെ ആൾക്ക് കൊടുത്തു. അപ്പോൾ ഇതെന്തായാലും ഫ്രീ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പെറുക്കി ഇതിലേക്ക് അടുക്കി സെറ്റാക്കി വെക്കാം. അപ്പോൾ നനയുമില്ല, അവിടെ സേഫായിട്ട് ഇരുന്നോളും. മാറ്റണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കെട്ടി ഇതൊക്കെ ഒന്ന് അഴിച്ചെടുക്കണം. ഇത് ഞങ്ങളിവിടെ കുപ്പി മുറിച്ച് വെച്ചതാണ്, വേറൊന്നുമല്ല. ഇതിപ്പോൾ ഷെഡെല്ലാം കെട്ടിയിട്ട് ടാർപ്പായി കിട്ടിയതിന് ശേഷം ഇതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ഈ ടാർപ്പായിൻ്റെ പുറത്തായിരുന്നു. അപ്പോൾ ചീറ്റാലടിച്ച് നനയാതെ ഇരിക്കാനും അതുപോലെ പെട്ടെന്ന് കുഷിച്ച് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇത് ഒരു തണുപ്പുള്ള ഏരിയ കൂടെ ആയതുകൊണ്ട് പെട്ടെന്നൊന്നും പറ്റാതിരിക്കാനും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കുപ്പി മുറിച്ച് വെച്ചിരിക്കുന്നത്. എന്നാലും നമുക്കിതൊക്കെ ഒന്ന് അഴിച്ച് തുടങ്ങാം. മഴ വരുമ്പോഴത്തേനും ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇന്നും ഇവിടെ വണ്ടി നിർത്താൻ ഉള്ളിലേക്ക് ഷെഡ് ഉണ്ടാക്കി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മഴ വരുമ്പോഴത്തേനും പണിയൊക്കെ ഒന്ന് തീർക്കണം. ഞങ്ങളിതിൻ്റെ കേരവള്ളി എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മളിവിടെ വാഴയൊക്കെ കുലയ്ക്കാനാകുമ്പോൾ വാഴകളെ കാറ്റത്തൊക്കെ മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വാഴയൊക്കെ കെട്ടി കൊടുക്കുന്ന ഈ വള്ളി യൂസ് ചെയ്തിട്ടാണ്. നമുക്കിത് നനയാത്ത അലക് കിട്ടും കുറേ. അപ്പം നമുക്ക് നനയാത്ത അലകൊന്നും നമുക്ക് വേസ്റ്റ് ആക്കി കളയണ്ട. നമുക്കിനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മറിക്കാനൊക്കെ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഇതെന്താണ് നമ്മൾ ഈ മുന്നോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തണുപ്പുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ. കുഞ്ഞിനൊന്നും നമുക്ക് പുറത്തിറക്കാൻ പറ്റില്ല, നല്ല തണുപ്പാണ്. അവളിപ്പോൾ നല്ല ഉറക്കമാണ്. കുളിയിൽ കഴിഞ്ഞിട്ട് ഉറക്കി കിടത്തിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അവൾ എണീച്ച് നമുക്കൊന്നും നടക്കില്ല. അപ്പോൾ എന്തായാലും അവൾ എണീക്കുമ്പോഴത്തേനും മഴ വരുമ്പോഴത്തേനൊക്കെ വേണം നമ്മളിത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിലെയാണ് വള്ളി നമ്മൾ അഴിച്ചിട്ടുള്ളൂ. മേൽഭാഗത്തും വള്ളി അഴിക്കാനുണ്ട്. എന്നാലും നമുക്ക് പൂർണ്ണമായിട്ട് ഇത് എടുക്കാൻ പറ്റുള്ളൂ. നോക്കൂ, ഇപ്പോൾ നമുക്ക് കോടയൊക്കെ ഏകദേശം കുറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ നമുക്ക് തുടക്കത്തിൽ കോട ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പെട്ടെന്ന് കോട വന്നതാണ്. ഇപ്പോൾ കോട കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല ഇവിടുത്തെ ഒരു കാലാവസ്ഥ പെട്ടെന്നാണ് ചേഞ്ച് ആവുന്നത്. നമുക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അത്രയും പെട്ടെന്നാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഞാനിപ്പോൾ കുറേയൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇതിൻ്റെ മഴ മൂടലായിട്ടുണ്ട്. ഇപ്പോൾ പെയ്യുന്ന ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ
പുറകിൽ കാണുന്ന ഒരു മരം കണ്ടത് ഈ കവുങ്ങിൻ്റെ അവിടെ വെച്ച് നമ്മൾ ചെറിയൊരു തണ്ട് കൊണ്ട് നട്ടതാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അത് ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് കവുങ്ങിൻ്റെ പൊക്കത്തേക്ക്. ഇത് മണി പ്ലാന്റ് ആണെങ്കിൽ ചെറിയൊരു കണ്ണാണ് കൊണ്ടാകുന്നത്. പക്ഷെ ഇപ്പോൾ ഇത് നോക്കി അങ്ങ് ഒറ്റ ഇതിൻ്റെ ഇലയൊക്കെ കണ്ടു. ഇത്രയും നിങ്ങളുടെ അവിടേക്ക് ഇതുപോലെ ഇത്രയും വലിപ്പമുള്ള മണി പ്ലാന്റ് ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കയറൊന്നും അഴിച്ചായിരുന്നു. അപ്പോൾ അത് അഴിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും മുറിച്ചെടുക്കാൻ വിചാരിച്ചു. ഇത് എല്ലാം മാസത്തിൻ്റെ തലയിൽ കൂടെ വന്ന് വീഴുമെന്ന് അറിയില്ല. ഇതാ ഈ തൂണാണ്. ഇവിടെ കുറച്ച് ദിവസമായിട്ട് മഴയാന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നല്ല മഴ പെയ്തപ്പോൾ നമ്മുടെ ഈ തൂണിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഷെഡിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് നന്നായിട്ട് വെള്ളം കയറിയിട്ട് എൻ്റെ കുശുത്തങ്ങ് പോയി. അപ്പോൾ വെള്ളം കയറിയിട്ട് അങ്ങനെയാണ് ഇത് പൊട്ടിയത്. എന്തായാലും നമുക്ക് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതന്നെ ഭാഗ്യം. കാരണം നമ്മളിപ്പോൾ ന്യൂസിലായാലും വയനാടും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് നെഞ്ച് പൊട്ടിപ്പോകും. അത്രയും ഭയങ്കരമായിട്ടുള്ള അവസ്ഥയിലൂടെയല്ലേ നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രശ്നം വന്നിട്ടില്ല. കാരണം ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും അതിനൊക്കെ നേരിടാനുള്ള ശക്തി കൊടുക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത്രയാണ് ഇപ്പോൾ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കാലും കാര്യങ്ങളൊക്കെ മാറ്റണം. എന്നിട്ട് പുതിയ കാലൊക്കെ കൊണ്ടുവച്ച് നന്നായിട്ട് സെറ്റ് ചെയ്യാനുണ്ട്. ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് മഴയത്ത് നോക്കി ചെറിയ രീതിയിൽ കോട വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയ ആ ടൈമിൽ കോടയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും കോട ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. എപ്പോൾ കോട വരുന്നു അതുപോലെ തന്നെ എപ്പോൾ മഴ പെയ്യുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്നായിരിക്കും. അപ്പോൾ നമ്മൾ അതിനൊക്കെ നേരിടാൻ തയ്യാറായിട്ട് വേണം ഇരിക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ബാക്കിയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ വശത്തെ എല്ലാം അയച്ചു കൂടി ഒന്ന് വയറൊക്കെ ഒന്ന് അയച്ചിടാം. വയറ് അയച്ചിട്ടാൽ നമുക്ക് അവിടുന്ന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. ഓർമ്മ ചാടിപ്പോയിട്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ വണ്ടിയൊക്കെ അയച്ചിട്ട് നമുക്ക് പെട്ടെന്ന് താഴേക്ക് എടുക്കണം. അവിടെ ഇവിടെയൊക്കെ എവിടേക്കോ വള്ളികൾ അയക്കാനുണ്ട് തോന്നുന്നു. കാണുന്ന പോലെ സത്യത്തിൽ ലയിക്കുന്നുണ്ട്. നമ്മളൊരു പച്ച കവുങ്ങ് പറമ്പിൽ നിന്ന് മണ്ട പോയത് കവുങ്ങൊക്കെ ഉണ്ടാവുമല്ലോ ഉപയോഗിക്കാൻ പറ്റാത്ത. അത് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ഈ ഷെഡിൽ കിട്ടുന്നത്. നമുക്ക് 2 കൂടി താഴേക്ക് ഇറക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നനവുകളെല്ലാം നമ്മൾ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പച്ചത്തിലൊക്കെ ഇപ്പോൾ നിലത്ത് വീണേ. കുറേയൊക്കെ ഇപ്പോൾ കൊണ്ട് അവിടെ സൈഡിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് എല്ലാം റെഡിയാക്കി മാറ്റിയാലേ നമുക്ക് ഇവിടെ ബാക്കി പണികൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് മാറ്റാം. ഇത് നന്നായിട്ട് ഉണങ്ങി കമ്പാണ് പൊട്ടി പോയിട്ടുണ്ട്. നമുക്കിത് പീസൊക്കെ നമുക്കിനി വേണമെങ്കിൽ തീ കത്തിക്കാൻ എടുക്കാൻ തോന്നുന്നു ഗൈസ്. ഒന്നാമത് മഴയല്ലേ, നമുക്ക് അടുപ്പിലൊക്കെ തീ കത്തിക്കുന്നത് ഉണങ്ങിയ വിറകൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കത്തുമല്ലോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇനി യൂസ് ചെയ്ത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, പെട്ടെന്നൊന്നും പോകില്ല. അപ്പോൾ ഗൈസ് നമുക്ക് പണി തന്ന കൂട്ടത്തിൽ ഒരുത്തനാണിത്. നോക്ക് നന്നായിട്ട് ദ്രവിച്ചു പോയി. അത് ദ്രവിച്ചു പോയി, പുഷ്ത്ത് പോയി, അങ്ങനെ പലരും പല രീതിയിൽ പറയും. നിങ്ങളുടെ നാട്ടിലെന്താ പറയാൻ നമുക്കറിയില്ല. നമുക്ക് വെള്ളം അത്യാവശ്യം നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് മഴ പെയ്തിട്ട്. ഇതൊന്ന് ചോർന്നിട്ടാണോ ഇനി അറിയില്ല. നമുക്ക് താർപ്പായി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഓട്ടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി വെള്ളം ഇറങ്ങിയിട്ടാണ് തോന്നുന്നു. നന്നായിട്ട് ഇതാ നമുക്ക് ഇത് ആരൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട് നനഞ്ഞിട്ട്. ദൂരെ എടുത്ത് നമുക്ക് അങ്ങോട്ടേക്ക് ഇടാം. അത് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു സംഭവം നടത്തിയിട്ടുണ്ട്. ഇത് ആർക്കെങ്കിലും അറിയോ കേസ്? അറിയുന്നവരൊക്കെ ഉണ്ടാവും, അറിയാത്തവരും കുറച്ച് പേരൊക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മൾ ഏകദേശം ഒരു 2 മാസം ആവുന്നതേ ഉള്ളൂ നട്ടിട്ട്. വാനിലയാണ് നമ്മൾ തണ്ട് കൊണ്ട് നട്ടതാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചോട് നമ്മൾ 10-25 ചോടോളം നമ്മൾ നട്ടിട്ടുണ്ട് ഇപ്പോൾ.
നോക്കൂ, ഇവിടെ കണ്ടിച്ചിട്ട് അങ്ങനെ നട്ടാണ്. ഇപ്പോൾ ഇത് പുതിയൊരു മുള വന്നതാണ്. ഇത് നമ്മൾ മുരിക്കിൻ്റെ കാലിലാണ് നട്ടിരിക്കുന്നത്. മുരിക്കിൻ്റെ കാല് വാണ്ടി നമുക്ക് നന്നായിട്ട് ഇതാ മുളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട്, കാരണം ഇതിൽ ഇങ്ങനെ വേരുകൾ വരും. വേരുകൾ ഇതിലേക്ക് ചുറ്റി അങ്ങനെ പടർന്നോളും. ഇത് പടരുന്നതിനനുസരിച്ച് നമ്മുടെ മുരിക്കും വളരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിലുള്ള ഹൈഡ്രാഞ്ചി എന്ന് പറയുന്നൊരു പൂവാണ്. ഇതും നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കുറച്ചുണ്ട് കേട്ടോ ചെടികൾ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നേരത്തെയൊക്കെ നല്ല വെയിലായിരുന്നല്ലോ. ഇപ്പോഴാണല്ലോ മഴ സീസൺ തുടങ്ങിയത്. അപ്പോൾ വെയിൽ ഇത് കുറേ ആയി ഉണ്ടായിട്ട്. ഇതൊരു പൂ ഉണ്ടായാൽ തന്നെ നമുക്ക് കുറച്ച്, അതായത് കുറേ മാസങ്ങളോളം ഈ പൂ നിൽക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു പൂവിൻ്റെ ഒരു കണ്ണി ഒരു എന്താ പറയുക, നമ്മൾ ഈ തെച്ചിപ്പൂവൊക്കെ ഒരു ഉണ്ട തെച്ചിന്ന് പറയില്ല, അതുപോലെ ഇതൊരു ഉണ്ടയാണ്. ഇങ്ങനെ കാണിച്ചു തരാം. ഇതിപ്പോൾ പൊട്ടിച്ച് കളയണം, കാരണം പൊട്ടിച്ച് കളഞ്ഞാൽ നമുക്ക് അടുത്ത പൂ ഉണ്ടാവുള്ളൂ. ഇത് നല്ല നീല കളറിൽ നല്ല ഭംഗിയുള്ള പൂവാണ്. പക്ഷെ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കുറച്ച് നരച്ച പോലെ എല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കാം, എന്നാലേ നമുക്ക് പുതിയതൊന്നും ഉണ്ടാവുള്ളൂ. അപ്പം ഇനി എന്തായാലും ഇത് പുതിയതൊന്ന് തളിർത്ത് വരട്ടെ. അപ്പോൾ ഇതാ ഇത്രയും പൂവാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. ഇത്രയല്ല, ഇത്രയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലുള്ളത് ഇതാണ്. നമുക്ക് എന്തായാലും പുതിയതൊക്കെ വരട്ടെ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബൊക്ക പോലെയൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ? നമുക്കിതൊരു ബൊക്കയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, കാരണം എന്ത് ഭംഗിയല്ല കാണാം. ഇതിപ്പോൾ ഇതല്ല സത്യത്തിൽ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ കൂടി വന്നാലാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നമുക്കത് വരുന്ന വീഡിയോയിൽ നമുക്ക് എന്തായാലും നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ജെയ്സ് നമുക്ക് എന്തായാലും കൈകൊണ്ട് എത്തുന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് വെച്ചിട്ട് കുത്തി താഴെത്തിടാൻ പറ്റുമെന്ന് നോക്കട്ടെ. അല്ല, എനിക്ക് വെയിറ്റ് ഉണ്ട് ഇതിന്. നമുക്ക് ഒരു വീഴ്ച വീണപ്പോഴത്തേക്കും ഇതിൻ്റെ പകുതി ഇതാ പൊടിഞ്ഞു. ഇത് ഫുള്ള് വെള്ളം കുടിച്ച് കിടക്കുകയാണേ. ഇത് നമുക്കിനി തീ കത്തിക്കാനേ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ തൂണം എന്തായാലും മാറ്റാം. നല്ല ആഴ്ത്തി കുഴിച്ചിട്ടുകൊണ്ടേ നമുക്ക് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമുക്കെന്തായാലും ഈ വള്ളി ഒന്ന് കത്തിക്കാം. നമ്മൾ ഇതിൽ നിന്ന് അഴ കെട്ടി ചേർക്കും തുണി ഉണക്കാനൊക്കെ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും വേറെ കെട്ടാം. കത്തിക്കുന്ന മോശമില്ല. പെട്ടെന്ന് വീഴാതിരിക്കാൻ വേണ്ടി നല്ല ഉറപ്പിനായിട്ട് നമ്മൾ ഒത്തിരി ആഴ്ത്തി കുഴിച്ചിട്ട് കൊണ്ട് ഇപ്പോൾ വലിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ. കിട്ടി കേസ് അത്രയും മണ്ണിൽ പോയായിരുന്നു, അതുകൊണ്ടായിരുന്നു പെട്ടെന്ന് വരാതിരുന്നത്. നമുക്ക് ഈ സ്ഥലത്ത് ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യണം. പക്ഷേ ഞാൻ ക്ലീൻ ചെയ്യാൻ വിചാരിച്ചാൽ പറ്റുന്നില്ല, കാരണം നമുക്ക് പ്രതീക്ഷിക്കാതെ തന്നെ പെട്ടെന്ന് മഴ കേൾക്കുന്നുണ്ടെങ്കിൽ മഴ ഒന്ന് ഒരുമിച്ച് നമുക്ക് ബാക്കി പണി തുടങ്ങാം. ചെറുതായിട്ട് ചാർന്നുള്ളൂ. നേരത്തെ മഴ പെയ്തപ്പോൾ നമ്മളൊന്ന് നിർത്തിയായിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, കാരണം പ്രതീക്ഷിക്കാതെ വരുന്ന മഴയതുകൊണ്ട് ആ കിട്ടുന്ന ചാൻസിൽ നമ്മൾ പണിയൊക്കെ തീർക്കണം. അപ്പം എന്തായാലും ഞാനൊന്ന് അടിച്ച് ക്ലീൻ ചെയ്യട്ടെ. ഇനി നമുക്ക് എന്തായാലും ഈ ഷെഡിൻ്റെ കുറേ സാധനങ്ങൾ നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം കുറേ സാധനങ്ങൾ നമുക്കിപ്പോൾ ദ്രവിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ അതിന് ഇനി കുറച്ചുകൂടി സെറ്റപ്പ് ആയിട്ട് നല്ല ഷെഡിനെ ഉണ്ടാക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പണിയൊക്കെ വേസ്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ടൈമും പോകത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കി നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കട്ടെ. പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ ക്ലീൻ ചെയ്ത് ഓരോരുത്തരുടെ സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് പുതിയ ഷെഡ് കെട്ടണമെങ്കിൽ ബാക്കി സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കെട്ടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതുവരെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ഇപ്പോൾ കൂട്ടുകാരൊക്കെ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.